വേനൽവറുതി കാർഷിക മേഖലയ്ക്ക് പ്രതിസന്ധിയായ പശ്ചാത്തലത്തിൽ കാർഷിക വായ്പകൾക്ക് പലിശരഹിത മൊറട്ടോറിയം പ്രഖ്യാപിക്കണമെന്ന ആവശ്യവും ശക്തമായി. കടുത്ത ചൂടിൽ കാർഷിക വിളകൾക്ക് നഷ്ടം സംഭവിച്ച സാഹചര്യത്തിൽ കർഷകർ മുന്നോട്ടു പോകാൻ പ്രയാസം അനുഭവിക്കുകയാണെന്നും വാദമുയരുന്നു. കാർഷിക വായ്പകളിലെ തിരിച്ചടവ് കാര്യത്തിൽ സാവകാശം അനുവദിച്ചില്ലെങ്കിൽ തങ്ങൾ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് നീങ്ങുമെന്നും കർഷകർ പറയുന്നു. കനത്ത വേനലും ഉയർന്ന ചൂടും ഇത്തവണ കാർഷിക മേഖലയ്ക്ക് വലിയ തിരിച്ചടിയാണ് സമ്മാനിച്ചിട്ടുള്ളത്. വേനൽ കനത്തതോടെ കാർഷിക വിളകൾ ഉണങ്ങി നശിച്ചു. ഏലം കൃഷിക്കാണ് ഏറ്റവും അധികം നാശം സംഭവിച്ചിട്ടുള്ളത്. ഏലച്ചെടികൾ ഉണങ്ങി നിലം പൊത്തി. കുരുമുളക് ചെടികളും വലിയ തോതിൽ ഉണങ്ങി നശിച്ച തോട്ടങ്ങൾ ഹൈറേഞ്ചിലുണ്ട്. വേനൽ വറുതി ഇത്രത്തോളം കാർഷിക മേഖലയ്ക്ക് തിരിച്ചടി നൽകിയ സാഹചര്യത്തിലാണ് കർഷകർക്ക് കൈത്താങ്ങായി കാർഷിക വായ്പകൾക്ക് പലിശരഹിത മൊറട്ടോറിയം പ്രഖ്യാപിക്കണമെന്ന ആവശ്യമുയർന്നിട്ടുള്ളത്. കുരുമുളക്, ഏലം, ജാതിയൊക്കെ 30-40 കൊല്ലം പഴക്കമുള്ള ജാതി മരങ്ങളാണ് ഉണങ്ങി നിൽക്കുന്നത്. അതൊക്കെ ഒരു മരത്തിൽ നിന്ന് തന്നെ 10,000-കണക്കിന് രൂപ വരുമാനം കിട്ടുന്ന ജാതി മരങ്ങളാണ് ഉണങ്ങിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ ഗവൺമെൻറ്, കേന്ദ്ര സർക്കാരും കേരള ഗവൺമെൻറ്റും ചേർന്നിട്ട് കർഷകർക്ക് അത് ഗുണകരമാകുന്ന അവരുടെ ആശ്വാസം കിട്ടുന്ന രീതിയിലൊരു പാക്കേജ് ഉണ്ടാകണം. അത് വളരെ അത്യാവശ്യമാണ്. ഏലച്ചെടികൾ ഉണങ്ങി നിലംപതിച്ചതോടെ കർഷകർ വലിയ ആശങ്കയിലാണ്. പലരും വായ്പയും മറ്റുമെടുത്താണ് പരിപാലന ചെലവ് വഹിച്ചത്. അടുത്ത വർഷത്തെ വിളവെടുപ്പിലായിരുന്നു പ്രതീക്ഷ. ചെടികൾ ഇല്ലാതായതോടെ വലിയ കടക്കണിയിലേക്ക് കൂപ്പുകുത്തുമോ എന്ന ആശങ്ക കർഷകർ പങ്കുവയ്ക്കുന്നു. ജാതി കൃഷിക്കും വേനൽ തിരിച്ചടി സമ്മാനിച്ചിട്ടുണ്ട്. ഇനിയും വേണ്ട രീതിയിൽ വേനൽ മഴ ലഭിച്ചില്ലെങ്കിൽ കർഷകർ കൂടുതൽ പ്രതിസന്ധിയിലാവും. ന്യൂസ് ബ്യൂറോ, അടിമാലി.